ചങ്ങായിമാരെ, ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഒരു സംഘി നിരീശ്വരവാദിയായ രവിചന്ദ്ര സീനെ കുറിച്ചാണ്. രവിചന്ദ്ര സീന്റെ കുഴപ്പം എന്ന് വെച്ചാല് ചെറ്റ. രവിചന്ദ്രൻ ചെറ്റയെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. പണ്ടൊക്കെ ഞാൻ ഇയാളുടെ വീഡിയോ കാണുന്നുണ്ടല്ല, ഇയാൾ എല്ലാ മതങ്ങളെ പറ്റി കുറ്റം പറയാറുണ്ട്. കുറ്റം പറയലെന്ന് വെച്ചിട്ടുണ്ടല്ല, പച്ചക്കള്ളവും വിഡിത്തമാണ് എല്ലാ മതങ്ങളെ പറ്റി പറയുന്നെങ്കിലും എല്ലാ മതങ്ങളും ഇയാൾ കുറ്റം പറയാറുണ്ട്. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോൾ കേന്ദ്രത്തിൽ BJP അധികാരത്തിൽ വന്നു. അങ്ങനെ BJP അധികാരത്തിൽ വന്ന ശേഷം ഇയാൾ ഒരു പ്രത്യേകതരം നിരീശ്വരവാദിയായി. പ്രത്യേകതരം എന്ന് പറഞ്ഞാൽ ഹിന്ദു ദൈവങ്ങളെല്ലാം കുറച്ചുണ്ട്. ഹിന്ദു ദൈവങ്ങളെ പറ്റി പറയുന്ന കുറച്ച് കാര്യങ്ങളിൽ ഉള്ളതാണ്. അതുപോലെ ക്രൈസ്തവരുടെ കാര്യത്തുമുണ്ടല്ല, സംഘികളും ക്രിസംഘികളും ബായിമാരായോണ്ട് ക്രൈസ്തവർ പറയുന്നതിലും കുറച്ച് കാര്യങ്ങളിൽ ഉള്ളത് തന്നെയാണ്. അവരുടെ ബൈബിളിൽ പറഞ്ഞ കുറെ കാര്യങ്ങളെല്ലാം സംഭവം നടന്നത് തന്നെയാണെന്നാണ് ഈ രവിചന്ദ്ര സി പിന്നെ പറയാൻ തുടങ്ങിയത്. പക്ഷേ മുസ്ലിം മതത്തിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും തെറ്റാണ്. അവരുടെ ഖുർആനിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും പക്കാ പൊട്ടത്തരങ്ങളും കള്ളത്തരങ്ങളുമാണെന്നാണ് നമ്മൾ ഈ നിരീശ്വരവാദിയായ സംഘി നിരീശ്വരവാദിയായ ഈ രവിചന്ദ്ര സി പിന്നെ പറഞ്ഞു തുടങ്ങിയത്. വേറെ രക്ഷയില്ല. സംഘികൾ കാശ് കൊടുക്കണമെങ്കിൽ മുസ്ലിം മതത്തിനെ പറ്റി കുറ്റം പറയണം, മുസ്ലിങ്ങളുടെ ഖുർആനെ പറ്റി കുറ്റം പറയണം. ഹിന്ദു ദൈവങ്ങളെ പറ്റി എന്തെങ്കിലും കുറ്റം പറഞ്ഞാല് സംഘികൾ കൊടുക്കുന്ന ഫണ്ട് ഉണ്ടല്ല, ഫണ്ടില്ലാണ്ടായി പോകും നമ്മളെ രവിചന്ദ്ര സിക്ക്. ഫണ്ടില്ലാണ്ട് എന്ത് വെച്ചുണ്ണും നമ്മളെ രവിചന്ദ്ര സി. പക്ഷെ ഇന്നലെ നമ്മൾ ഈ സംഘി നിരീശ്വരവാദി പറഞ്ഞ കാര്യങ്ങൾ കുറച്ച് കടന്നുപോയി. അതായത് ഇന്ത്യ പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ ആക്രമിച്ചിട്ടില്ല, ഓപ്പറേഷൻ സിന്ദൂർ. ആ ഓപ്പറേഷൻ സിന്ദൂറും ഇസ്രായേൽ പലസ്തീനിലെ പാവം കുഞ്ഞുങ്ങളെയും അമ്മമാരെയും ആക്രമിക്കുന്നതും രണ്ടും ഒന്നാണെന്നാണ് ഈ വേട്ടാവളിയും സംഘി പറഞ്ഞു വരുന്നത്. അതായത് ഇന്ത്യ പാകിസ്ഥാനിലെ ഭീകരവാദികളെ കൊന്നൊടുക്കിയതും ഇസ്രായേൽ ആ പാവം കുഞ്ഞുങ്ങളെയും അമ്മമാരെയും കൊല്ലുന്നതും രണ്ടും ഒന്നാണെന്ന്. അത് പറയാൻ വേണ്ടി എന്റെ സംഘികൾക്ക് വരെ പറ്റുമെന്ന് തോന്നില്ല. പക്ഷെ സംഘികളെ ഊമ്പിച്ച് ജീവിക്കുന്ന ഈ പരനാറിക്ക് പറ്റി. നമുക്ക് എന്തായാലും ഇവനെന്താണ് ഇന്നലെ പറഞ്ഞു വന്നതെന്ന് കേട്ടിട്ട് വന്നാലോ. ബാ. ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ നടത്തി. എന്തായിരുന്നു ഇന്ത്യ പറഞ്ഞിരുന്നത്? ഇന്ത്യയിൽ ക്രോസ് ബോർഡർ ടെററിസം നടത്തിയ ടെററിസ്റ്റുകളുടെ വീട്ടിൽ അത്താഴം എത്തിച്ചു. ഇതാണല്ലോ ഇന്ത്യ പറഞ്ഞിരുന്നത്. ഇസ്രായേൽ ചെയ്ത അത് തന്നെയല്ലേ? ഇസ്രായേലില് ഒക്ടോബർ 7 നടത്തിയ കൂട്ടക്കശാപ്പിന്റെ ശില്പികളായിട്ടുള്ള ആളുകൾ പീസ് ട്രീറ്റി, ഈ കശാപ്പുകാരനാണ് പീസ് ട്രീറ്റിക്ക് അവിടെ വന്നിരിക്കുന്നത്. ഇറച്ചിവെട്ടുകാരന്റെ സ്നേഹ സംഗീതം എന്ന് പറയുന്നതാണ്. ഇവ ഈ ഹയ്യൊക്കെ വെട്ടി മടുത്തിട്ടാണ് അവിടെ വന്ന് പീസ് ട്രീറ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. ആ പീസ് ട്രീറ്റ് ഉണ്ടാക്കാൻ പോയപ്പോൾ അവരെ അവിടെ ആക്രമിച്ചു. ഇത് തമ്മിൽ എന്താ വ്യത്യാസം? നിങ്ങൾ മുമ്പേ സുഗ്രീവന്റെയും രാമന്റെയും ഒക്കെ കഥ പറഞ്ഞില്ല. നിങ്ങൾ ഇതൊന്നും ആലോചിച്ചു. ഈ ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യ ചെയ്തത് ക്രോസ് ബോർഡർ ടെററിസം നടത്തിയവരെ അവരെ വീട്ടിൽ ചെന്ന് അല്ലെ അവരെ താവളത്തിൽ ചെന്ന് ആക്രമിക്കുകയാണ് ഇന്ത്യ ചെയ്തത്. ഇതന്നല്ലേ ഇസ്രായേലും ചെയ്തത്. എന്നിട്ട് ഇന്ത്യ എന്താണ്? ഇന്ത്യ ഡിഫെൻഡ് ചെയ്തു. പിന്നെ ഇസ്രായേൽ ചെയ്തതിനെ നമ്മളെങ്ങനെ കണ്ടം ചെയ്യുന്നത്? നമുക്ക് ഇസ്രായേലോട് പ്രത്യേക സൗഹൃദത്തിന്റെ ആവശ്യമില്ല, ഒന്നും വേണ്ട. നമ്മൾ ചെയ്ത അതേ പരിപാടി ഇസ്രായേൽ ചെയ്യുമ്പോൾ ഇസ്രായേൽ ചെയ്യുന്നത് മോശമാവുന്നത് എങ്ങനെയാണ്? ഒന്നാമത് ഇവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം വിവരമില്ലായ്മയും തന്തയില്ലായ്മയും ഒരു കുറ്റമായിട്ട് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റൂലല്ലോ. പക്ഷെ ഈ രണ്ട് കാര്യങ്ങളും അഭിമാനമായിട്ട് കൊണ്ടു നടക്കുന്നതുകൊണ്ട് മാത്രമാണ് ഇവരെ നമ്മൾ കുറ്റം പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കട്ടെ, ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായിട്ട് പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളിൽ മാത്രമാണ് ആക്രമണം നടത്തിയത്. പക്ഷെ ഇസ്രായേൽ പാലസ്തീനിലുള്ള കുഞ്ഞുങ്ങളെയും അമ്മമാരെയും ആശുപത്രികളും എവിടെ നിന്ന് നോക്കുന്നില്ല. എവിടെയൊക്കെയാണ് ഇവരെ മിസൈൽ പോയി വീഴുന്നത്? അതിനൊന്നാമത് ഉന്നം ഉണ്ടാവില്ല. എവിടെയെങ്കിലും വിട്ടു കഴിഞ്ഞാൽ എവിടെയെങ്കിലും പോകും. അങ്ങനെ എവിടെ വീണാലും അവർക്കൊരു കുഴപ്പമില്ല. അതായത് കുഞ്ഞുങ്ങൾ മരിച്ചാലും അമ്മമാര് മരിച്ചാലും ആശുപത്രികൾ തകർന്നാലും ഇസ്രായേലിന് യാതൊരു കുഴപ്പമില്ല. ആ അക്രമത്തെയാണ് ഈ പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളിൽ ഇന്ത്യ നടത്തിയ അക്രമമായിട്ട് ഈ വേട്ടാവളിയും താരതമ്യം ചെയ്യുന്നത്. അപ്പോ ഈ രവിചന്ദ്ര സി പറയുന്ന ആ തന്തയില്ലായ്മയ്ക്കെതിരെ നമ്മൾ എന്തെങ്കിലും പറയണ്ടേ? പിന്നെ ഈ സംഘികളും ക്രിസംഘികളും ഇപ്പോ ഇസ്രായേലിന്റെ അക്രമത്തെ കുറിച്ച് പറയുമ്പോൾ ന്യായീകരിക്കാൻ പറയുന്ന കാര്യമാണ് ഒക്ടോബർ 7 ഇങ്ങനെ ഒരു അക്രമം ഉണ്ടായത് കൊണ്ടല്ലേ പലസ്തീനിലേക്ക് ഇസ്രായേൽ അക്രമം നടത്തുന്നത്. അതായത് ഇവരെ വർത്താനം കണ്ടെത്തുന്നു ഒക്ടോബർ 7 മുന്നേ ഇസ്രായേൽ പലസ്തീനിലേക്ക് വിടുന്ന മിസൈൽ തെച്ചും പാലും പഴവും മുട്ടാമ്പിളിറ്റുമാണെന്ന് തോന്നുന്നു. ഒക്ടോബർ 7 മുന്നേ ഇസ്രായേൽ പലസ്തീനെ ആക്രമിച്ചിട്ടേ ഇല്ലാന്നാണ് ഈ വേട്ടാവളിയന്മാരുടെ വർത്താനം കേൾക്കുമ്പോൾ തോന്നുക. പിന്നെ ഇവര് പറയുന്ന ഈ ഒക്ടോബർ 7 കാര്യം തന്നെ വിശ്വാസയോഗ്യമൊന്നല്ല. എനിക്കിതൊരാകുന്ന ഒരു വിശ്വാസം വന്നില്ല കേട്ടാ. കാരണം ഇസ്രായേൽ അവരെ സുരക്ഷയെ പറ്റി എന്താ പറയല്? ഒരു ഈച്ച കോട്ടുവായിട്ട് കഴിഞ്ഞാൽ ഇസ്രായേലിലെ രഹസ്യാന്വേഷണ സേന അറിയുന്ന പറയല്. അതായത് ഇസ്രായേലിൽ ഒരു ഈച്ച കോട്ടുവായിട്ടാൽ അവരറിയും. അപ്പോഴാണ് ഈ ഹമാസും ഇസ്രായേലിലേക്ക് കയറി വന്നിട്ട് ഇത്രമാത്രം ഭീകര പ്രവർത്തനം അവിടെ നടത്തിയെന്ന് ഇവര് പറയുന്നത്. അപ്പൊ ആ സംഭവം ഉള്ളതാണെങ്കിൽ, അതായത് ഹമാസ് ഇസ്രായേലിൽ കയറിയിട്ട് ഇത്രമാത്രം ഭീകര പ്രവർത്തനം അവിടെ നടത്തിയിട്ടുണ്ടെങ്കിൽ ഇസ്രായേൽ കൊട്ടി ഘോഷിക്കുന്നുണ്ടല്ലോ അവരെ സുരക്ഷയെ പറ്റി ഭയങ്കരം. അതായത് ഈച്ച കോട്ടുവായിട്ടാൽ അറിയുന്ന പറഞ്ഞ സുരക്ഷ, അതൊക്കെ വെറും പൊട്ടത്തരാണ്, വെറും പൊള്ളത്തരാണ്, വെറും കള്ളത്തരാണെന്ന് ഇസ്രായേലും ഈ സംഘികളും ക്രിസംഘികളും സമ്മതിക്കണം. അതായത് ഇസ്രായേലിലെ സുരക്ഷ ഒരു ഉണ്ടയല്ലാന്ന് ഈ സംഘികളും ക്രിസംഘികളും സമ്മതിക്കണം. അങ്ങനെ നിങ്ങൾ സമ്മതിക്കാത്തിടത്തോളം കാലം ആ ഒക്ടോബർ 7 നടന്ന അക്രമം ഇപ്പോഴും സംശയത്തിന്റെ നേരിൽ തന്നെയാണ്. കാരണം നെതന്യാഹു എന്ന് പറഞ്ഞൊരു സാധനത്തിന മനുഷ്യനായിട്ട് കാണാനേ പറ്റൂല. അയാളുടെ അഴിമതി കേസിന്റെ വിചാരണ ഇല്ലാതിരിക്കാൻ വേണ്ടി അയാൾ കളിക്കുന്ന കളി
ലോകത്തിന് മൊത്തം മനസ്സിലായി. അപ്പൊ ഈ ഒക്ടോബർ 7 അവിടെ നടന്ന ആ അക്രമവും നെതന്യാഹു അറിയാതെ നടക്കൂലെന്ന് തലയിൽ വിവരമുള്ള എല്ലാവർക്കും ചിന്തിച്ചാൽ കിട്ടുന്ന കാര്യമാണ്. തലയിൽ വിവരവും ബോധവും ഉള്ളവരെ കാര്യം ഞാൻ പറഞ്ഞേട്ടാ. ഈ രവിചന്ദ്ര സീനെ പോലത്തെ സംഘികൾക്കും ക്രിസംഘികൾക്കും ചാണകൾക്കും അത് ചിന്തിച്ചാൽ മനസ്സിലാവണമെന്നില്ല. നമുക്ക് ഈ ചാണകത്തിന്റെ അടുത്ത തള്ളലിലേക്ക് പോവാം. ഞാൻ പറയാൻ വന്ന കാര്യം, ഇന്ത്യ ഇപ്പോ ഇവിടെ ഖത്തർ എന്ന് പറയുന്ന ഒരു ഭീകര സ്പോൺസർ രാജ്യമുണ്ട്. ഒരു ക്വാളിറ്റി ഇല്ലാത്ത ഒരു ഭരണ നേതൃത്വമാണ് അവിടെ ഉള്ളത്. നോട്ട് ടോക്കിംഗ് അബൌട്ട് ദ പീപ്പിൾ ഓഫ് ഖത്തർ, ബട്ട് അവരെ ഭരണ നേതൃത്വം ഫനാറ്റിക്കൽ, റിലീജിയസ് ഫനാറ്റിക് ആണ്. ടെററിസത്തിനോട് സിമ്പതിയുള്ള, അഗാധമായ സിമ്പതിയുള്ള, ടെററിസ്റ്റ് മൈൻഡുള്ള ഒരു ഭരണ നേതൃത്വമാണ് അവിടെ ഉള്ളത്. അതുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ വിലസാൻ കഴിയുന്നത്. അങ്ങനെ ഒരു രാജ്യത്തെ ടെററിസ്റ്റുകൾക്കെതിരെ ഇസ്രായേൽ ഒരു ആക്രമണം നടത്തിയപ്പോൾ ഖത്തറുമായിട്ട് നമുക്ക് വ്യാപാര ബന്ധങ്ങളുണ്ട്, അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ ഉള്ളതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഖത്തറിനെ സന്തോഷിപ്പിക്കാനായിട്ട് ഇസ്രായേലിന്റെ പേരെടുത്ത് പറയാതെ അതിനെ അപലപിച്ചു. ഇവിടെ പലരും പറയുന്നു അത് BJP സർക്കാരുമായിട്ട് പോലും അങ്ങനെ ചെയ്തു, BJP സർക്കാർ ഇതാണ് മറ്റേതാണ് മറിച്ചാണ്. ഞാൻ പറഞ്ഞ അതിന്റെ ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. ഇതൊരു ഒന്നാമത്തെ കാര്യം, നിങ്ങള് ഇന്ത്യയുടെ ഓരോരോ പ്രശ്നങ്ങളാണ് ഞാൻ പറയുന്നത്. ഞാൻ ചൂണ്ടിക്കാണിക്കും, ഇത് എന്തെങ്കിലും വരികയാണെങ്കിൽ നിങ്ങൾ എന്നെ കോൾ. ഇന്ത്യയുടെ പ്രശ്നങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടുന്നു, ഇവന്റെ പ്രശ്നങ്ങളാണ് ഇവൻ ചൂണ്ടിക്കാട്ടുന്നത്, ഇവന്റെ അന്നത്തിന്റെ ഇവന് ഭക്ഷണം കിട്ടേണ്ട പ്രശ്നങ്ങളാണ് ഇവൻ ചൂണ്ടിക്കാട്ടുന്നത്. നിങ്ങളോട് ഞാനൊരു കാര്യം പറട്ടെ, സംഘികളാന്ന് പറഞ്ഞടക്കുന്ന സംഘികളെ പേടിക്കുന്നതിനെയും കാട്ടി പേടിക്കേണ്ടത് ആരറിയാം? നിരീശ്വരവാദികളാണെന്നും പറഞ്ഞ് സംഘികളെയും ലോകത്തുള്ള എല്ലാവരെയും പറ്റി ജീവിക്കുന്ന ഈ നിരീശ്വരവാദി സംഘികളെയാണ്. അതായത് ഈ രവിചന്ദ്ര സീനിയും RP കുസൈനിയും പോലത്തെ കുറെ നിരീശ്വരവാദി സംഘികളില്ലേ, അവരെയാണ് ശരിയായ സംഘികളെയും കാട്ടി പേടിക്കേണ്ടത്. ഈ വേട്ടാവളിയൻ ഖത്തറിലെ ഭരണാധികാരികളെ പറ്റി പറയുന്നില്ല, കഴിവുകെട്ട ഭരണാധികാരികളാണ്. ഈ മരമൊണ്ണ രവിചന്ദ്ര സിക്ക് ഖത്തറിന്റെ എക്കണോമി എന്തെങ്കിലും അറിയാം, അവിടുത്തെ വികസനത്തെ പറ്റി അറിയാം, അവിടുത്തെ ജീവിത രീതിയെ പറ്റി അറിയാം. ഒരു ഉണ്ടയെ അറിയാണ്ട് ഇങ്ങനെ ഒരു രാജ്യത്തെ വന്ന് ഇങ്ങനെ കുറ്റം പറയാണ്. അതായത് വികസനത്തിന്റെ കാര്യത്തിലും എക്കണോമിന്റെ കാര്യത്തിലും ഒരുപാട് മുന്നിൽ, നമ്മൾ ഇന്ത്യയെക്കാളും ഒരുപാട് മുന്നിലുള്ള ഖത്തറിന്റെ ഭരണാധികാരിയാണ് ഈ വേട്ടാവളിയെ വന്ന് കുറ്റം പറയുന്നത്. ഇങ്ങനെ കുറ്റം പറയാനുണ്ടല്ല, തന്തക്ക് പറക്കാതിരിക്കുക തന്നെ വേണം. ഇനി നിങ്ങൾ ഇവൻ അടുത്തത് പറയുന്നത് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും സംഖ്യയെക്കാളും എത്രമാത്രം വിഷമുണ്ട് ഈ നിരീശ്വരവാദി സംഖ്യയായ ഈ നാരിക്ക്. എന്തായാലും നമുക്ക് ഈ നാരി പറയുന്ന അടുത്ത പച്ച വർഗീയതയിലേക്ക് കടക്കാം. ഇന്ത്യയിൽ ഭീകരത നടക്കുമ്പോൾ നമ്മൾ അതിനെ ഡീൽ ചെയ്യാനായിട്ട് കർക്കശമായ നടപടികൾ എടുക്കുമ്പോൾ ഈ ഖത്തർ പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് പ്രശ്നം ഉണ്ടാവും. ഓൾറെഡി ഉണ്ട്. നിങ്ങൾ ഓർത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തോ ഒരു BJPയുടെ ഒരു സ്പോക്സ് പേഴ്സൺ, ഒരു സ്ത്രീ ആയിട്ടുള്ള അവര് ഒരു ടെലിവിഷൻ ചർച്ചയിൽ ഒരു ഫനാറ്റിക്കുമായിട്ട് സംസാരിക്കുന്നു. ഫനാറ്റിക് കുറെ അടിച്ചുവിടുന്നു. അവർ തിരിച്ച് മുഹമ്മദിന്റെ കുറെ ഡീറ്റെയിൽസ് പറയുന്നു. ഔദ്യോഗികമായ ഡീറ്റെയിൽസ് ആണ്, ഇസ്ലാമിക സാഹിത്യത്തിലുള്ള ഡീറ്റെയിൽസ് ആണ്. നൂപുർ ശർമ്മ അവരെ BJP ഡൗൺ ചെയ്യുന്നു, അവരെ മാറ്റി നിർത്തുന്നു. അപ്പം അതിനെതിരെ ശബ്ദിക്കാൻ ഖത്തറും ഉണ്ടായിരുന്നു. ഇവിടെ ഭയങ്കര പ്രശ്നമാണ്, അത് ഇതാണ് മറ്റേതാണ്, പ്രവാചകന്റെ ജീവചരിത്രമൊക്കെ വിളിച്ചു പറഞ്ഞിരിക്കുന്നു. അങ്ങനെ കേന്ദ്ര ഗവൺമെന്റ്, BJP ഗവൺമെന്റ് അതിനെ ഇവൻ ആരെയും ന്യായീകരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായ? സംഘികൾ പോലും തള്ളിപ്പറഞ്ഞ വർഗീയവാദിനിയായ, ലോകത്തെ ഏറ്റവും നമ്പർ 1 വർഗീയവാദിനിയായ നൂപുർ ശർമ്മയെ കുറിച്ചാണ് ഈ നാറി വന്ന് ന്യായീകരിക്കുന്നത്. അതായത് രവിചന്ദ്രൻ ചെറ്റയെന്ന ഈ പരനാറി പറഞ്ഞത് നൂപുർ ശർമ്മ മുഹമ്മദ് നബിയെ അധിക്ഷേപിച്ചത് ശരിയാണെന്ന്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇവ സംഖ്യയെക്കാളും അപകടകാരിയാണെന്ന്? സംഘികളും സംഘിണികളും എന്ത് വർഗീയത പറഞ്ഞാലും അതിനെ വെളുപ്പിക്കാൻ വേണ്ടി അതിലും വലിയ വർഗീയത പറയുക എന്നുള്ളതാണ് ഈ നാറിയുടെ ജോലി. നമുക്ക് ഈ നാറി പറഞ്ഞ ലാസ്റ്റത്തെ പരനാറിത്തരം കേട്ടിട്ട് വരാം. അങ്ങനെ രാജ്യമായിട്ടുള്ള വലിയ ഊഷ്മളമായ ബന്ധത്തിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഖത്തറിന് യഥാർത്ഥത്തിൽ ലേറ്റായി പോയി എന്നുള്ളതാണ് ഖത്തറിനെ കുറിച്ച് എനിക്ക് പറയാം. ലേറ്റായി പോയി. ഇത് പണ്ടേ ആരെങ്കിലും ചെയ്യേണ്ടതാണ്. ഖത്തറിനെ ആക്രമിച്ചിട്ടൊന്നുമില്ല കേട്ടോ. ഖത്തറിന്റെ സംഭവങ്ങളൊന്നുമില്ല. അവിടെ കയറിയിരിക്കുന്ന ഭീകരന്മാരെ ആക്രമിച്ചു. ഹമാസ് ഭീകരന്മാരെ മാത്രമാണ് ആക്രമിച്ചിട്ടുള്ളത്. ഇസ്രായേൽ ഹമാസിനെ ആക്രമിച്ചിട്ട് എത്ര ഹമാസ് ഭീകരന്മാർ മരിച്ച് ഒന്ന് പറഞ്ഞു വരുവാടാ പരമാറി. ഇവൻ ആരെപ്പറ്റി ഈ കുറ്റം പറയുന്ന അറിയാം? ഖത്തർ. അതായത് ഇന്ത്യയുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള, ഒരുപാട് ഇന്ത്യക്കാർക്ക് ജോലി കൊടുക്കുന്ന, ഒരുപാട് ഇന്ത്യക്കാരുടെ കുടുംബം ഖത്തറിൽ ജോലി ചെയ്തിട്ടാണ് ജീവിക്കുന്നത്. ആ ഖത്തറിന്റെയാണ് ഈ പരനാറി ചെറ്റ രവിചന്ദ്ര സി എന്ന ചെറ്റ ഇവിടെ ഇരുന്ന് കുറ്റം പറയുന്നത്. അവരുമായി യാതൊരു ബന്ധവും പാടില്ലെന്ന്. അപ്പോ അവരുമായി യാതൊരു ബന്ധവും പാടില്ലെങ്കിൽ ആ ഖത്തറിലുള്ള ഇന്ത്യക്കാർക്കെല്ലാം ജോലി നഷ്ടപ്പെട്ടിട്ടാകുമ്പോൾ ഇവന്റെ പിതാവ്, ഇവന്റെ തന്ത ആ ജോലി ഇല്ലാതെ വരുന്ന ഇന്ത്യക്കാർക്കൊക്കെ ജോലി കൊടുക്കുക. ഖത്തറുമായുള്ള എല്ലാ ബന്ധങ്ങളും വിട്ടേക്കാം. അപ്പൊ ഇവന്റെ തന്തേനെ കൊണ്ട്
പറ്റുമോ ആ വരുന്ന ഇന്ത്യക്കാർക്ക് ജോലി കൊടുക്കാൻ വേണ്ടിട്ട്? എന്തിന് ഇവനൊക്കെ ഈ നിരീശ്വരവാദം പറയുന്നല്ലാണ്ട് ആർക്കെങ്കിലും ഒരാൾക്ക് ജോലി വാങ്ങിക്കൊടുത്ത ചരിത്രമുണ്ടോ? ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു ഭക്ഷണം വാങ്ങിക്കൊടുത്ത ചരിത്രമുണ്ടോ? പക്ഷെ ഇവരുടെ ദൈവമില്ലായ്മയും ഇവരുടെ നിരീശ്വരവാദവും എല്ലാം ഒരു മതത്തിനെതിരെ മാത്രമാണ്. ബാക്കി എല്ലാ മതത്തിലെയും ദൈവങ്ങൾ കുറച്ചൊക്കെ ഉണ്ട്, അവരുടെ വിശ്വാസങ്ങളൊക്കെ കുറച്ചൊക്കെ ഉണ്ട്. പക്ഷേ മുസ്ലിം മതത്തിലെ വിശ്വാസികളും അവരുടെ ഖുർആനിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം തെറ്റാണെന്ന് പറഞ്ഞ് അങ്ങനെ പറയുമ്പോൾ സംഘികൾ കൊടുക്കുന്ന ഫണ്ട്, ആ ഫണ്ട് നക്കി മുക്കി മൂഞ്ചി ജീവിക്കാൻ വേണ്ടി രവിചന്ദ്ര സിനിയും ആർ പി കുസേനയും പോലത്തെ പരനാരികളുടെ ജീവിതം ഇനിയും ബാക്കിയാണല്ലോ. എന്റെ ദൈവമേ നോക്കുമ്പോഴാണ് കഷ്ടം തോന്നുന്നത്. കുഞ്ഞുങ്ങളെയും ഗർഭിണികളെയും ഇസ്രായേൽ എന്ന ഭീകര രാജ്യം കൊല്ലുമ്പം അതിനെ ന്യായീകരിക്കുന്ന നിരീശ്വരവാദികളെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അത് നമ്മുടെ ഇന്ത്യയിലേ ഉണ്ടാവും, അത് നമ്മുടെ കേരളത്തിലേ ഉണ്ടാവും. അത് രവിചന്ദ്ര സിയും ആർ പി ഹുസൈനയും പോലുള്ള പരനാരികളുമായിരിക്കും. അപ്പൊ എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുല.